ഈ വന്യമൃഗശല്യം അത് പലതരത്തിൽ ഒരു ജനതയൊന്നാകെ ബാധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് അടുത്തത്. വന്യമൃഗശല്യം മൂലം കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് മൂന്നാറിലെ ശീതകാല പച്ചക്കറി കൃഷി. മേഖലയിൽ 4 വർഷം കൊണ്ടില്ലാതായത് 250 ഹെക്ടർ കൃഷിയാണ്. പ്രധാന ഉൽപാദന മേഖലയിൽ കൃഷി തകർന്നത് ആഭ്യന്തര പച്ചക്കറി ഉൽപാദനത്തെ ബാധിച്ചിട്ടുണ്ടെന്നാണ് വകുപ്പിന്റെ കണ്ടെത്തൽ. പച്ചക്കറികൾ മൂന്നാറിന്റെ കാലാവസ്ഥയിൽ യഥേഷ്ടം വളരും. ക്യാബേജും ക്യാരറ്റും ബീറ്റ്റൂട്ടും റാഡിഷുമൊക്കെയാണ് മേഖലയിലെ പ്രധാന വിളകൾ. എന്നാൽ കാട്ടാനശല്യം രൂക്ഷമായത് കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു. 2022-ൽ മൂന്നാർ പഞ്ചായത്തിൽ മാത്രം 350 ഹെക്ടർ പച്ചക്കറി കൃഷിയുണ്ടായിരുന്നു. 4 വർഷം കൊണ്ട് ഇത് 100 ഹെക്ടറിലേക്ക് ചുരുങ്ങി. ഇപ്പോ നമുക്ക് വളരെ കുറച്ച് കൃഷി മാത്രമാണ് മൂന്നാർ പഞ്ചായത്തിൽ ഉള്ളത്. കാരണം വന്യമൃഗങ്ങളുടെ ശല്യമാണ്. ആന, മ്ലാവ്, പന്നി തുടങ്ങിയ വന്യമൃഗങ്ങൾ നമ്മുടെ കൃഷികളെല്ലാം നശിപ്പിക്കുകയാണ്. കാട്ടാനകളെ കൂടാതെ കാട്ടുപോത്തുകളും കൃഷിനാശം ഉണ്ടാക്കാറുണ്ട്. കമ്പനികളുടെ അനുവാദത്തോടെ പ്ലാന്റേഷൻ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന തോട്ടം തൊഴിലാളികളാണ് കൃഷിക്കാരിലധികവും. സ്വന്തം ഭൂമിയില്ലാത്തതിനാൽ നഷ്ടപരിഹാരം പോലും ഇവർക്ക് ലഭിക്കാറില്ല. யானை நாங்கள் கஷ்டப்பட்டு உண்டாக்குறோம், அதை ஒன்றும் எங்களுக்கு மிஞ்சிறதில்ல. காட்டு மாடு வந்து அழிச்சிருது யானை. நாங்கள் நிறைய கஷ்டப்பட்டு உரம் வாங்கி 1000 ரூபாய்க்கு உரம் வாங்கி போட்டோம், அதெல்லாம் ஒன்றும் மிஞ்சலை. காட்டு மாடு யானைங்களோட தொல்லை அதிகமாக இருக்குது சார். நாங்கள் வந்து வயலில் எவ்வளவுதான் தோட்டத்தில் பயிர் பண்ணாலும் அழிச்சிட்டு போயிடுது. ஒவ்வொன்றத்தையும் பார்க்கறதுக்கு கண்ணு முழிச்சு நைட்டெல்லாம் காட்டு மாடு வருதா யானை வருதா அப்படின்னு சொல்லிட்டு தான் நாங்கள் பார்த்துட்டு இருக்கோம். പച്ചക്കറികൾ തേടിയെത്തുന്ന വന്യമൃഗങ്ങൾ ലയങ്ങൾക്കടുത്ത് തമ്പടിക്കുന്നതും തൊഴിലാളികൾ കൃഷി ഉപേക്ഷിക്കാൻ കാരണമാണ്. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ മേഖലയിലെ കൃഷി പൂർണ്ണമായും അവസാനിക്കും. മീഡിയ 1 ഇടുക്കി. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുകയാണ്. ആഷിഖ്, അപ്പോൾ ഇത് നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് വലിയ മാനങ്ങളുള്ള പ്രശ്നമാണ് ഈ വന്യമൃഗശല്യം എന്നുകൂടി മനസ്സിലാവുകയാണ്. ഒരുപക്ഷെ ആളുകൾക്ക് വലിയ കൃഷിനാശം ഉണ്ടാക്കുന്നു, ആളുകളെ ആക്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാനത്തിന്റെ തന്നെ ആഭ്യന്തര കൃഷി ഉൽപാദനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് ഇവിടെ. തീർച്ചയായും അത് തന്നെയാണ് ജിൽസി നമുക്ക് കാണേണ്ടത്. സംസ്ഥാനത്തെ ശീതകാല പച്ചക്കറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ, വട്ടവട മേഖല. ഇതിൽ തന്നെയും മൂന്നാറിലാണ് ഈ വന്യമൃഗശല്യം അതിരൂക്ഷമായി അനുഭവപ്പെടുന്നത്. മറ്റു മേഖലയിലും വന്യമൃഗശല്യം അനുഭവപ്പെടുന്നുണ്ട്. ഈ മേഖലയിലെല്ലാം തന്നെയും കൃഷി താരതമ്യേന വളരെയധികം കുത്തനെ താഴ്ന്നിരിക്കുന്നു. പച്ചക്കറി കൃഷി വളരെയധികം താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഉൽപാദനം തന്നെയും വളരെ കുറഞ്ഞു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കൃഷി വകുപ്പ് തന്നെയും പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. 2022-ലെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് 350 ഹെക്ടർ പച്ചക്കറി കൃഷി മൂന്നാർ പഞ്ചായത്തിൽ മാത്രം ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ. പിന്നീട് അത് ക്രമേണ കുറഞ്ഞ് ഈ വർഷത്തെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ കേവലം 100 ഹെക്ടറിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. ഇതിന് പ്രധാനമായ കാരണമായി പറയുന്നത് കാട്ടാനകളുടെ ശല്യമാണ് എന്നുള്ളതാണ്. നിരന്തരം ആ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്നു, കൃഷി നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ കർഷകർ തന്നെയും കൃഷി അവസാനിപ്പിച്ച് പോകുവാനുള്ള കാരണം എന്നുള്ളതാണ്. പ്രധാനമായും ക്യാബേജ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, റാഡിഷ് പോലുള്ള വിളകളാണ് അവർ കൃഷി ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ ഈ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളാണ്. ലയങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് ഈ കൃഷി അത്രയും ചെയ്യുന്നത്. അവർ അവരുടെ ലയങ്ങളോട് ചേർന്ന ടാറ്റ അനുവദിച്ചു നൽകിയ ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നത്. അവിടെ ഇത്തരം കൃഷിനാശം ഉണ്ടാക്കുന്നത് മൂലം അവർക്ക് കേവലം നഷ്ടപരിഹാരം പോലും ലഭിക്കാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഒരു വർഷത്തെ മുഴുവൻ അധ്വാനവും കാട്ടാനകൾ വന്ന് നശിപ്പിച്ച് കളയുന്നത് വെറുതെ നോക്കി നിൽക്കാൻ മാത്രമേ ഇത്തരം കർഷകർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് കൂടാതെ ഈ വിളകൾ തേടിയെത്തുന്ന കാട്ടാനകൾ ഈ ലയങ്ങൾക്ക് സമീപം തമ്പടിക്കുന്നത് മൂലം സുരക്ഷാ പ്രശ്നവും ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു ഭയപ്പാടിന്റെ കൂടി അന്തരീക്ഷത്തിലാണ് പലരും കൃഷി അവസാനിപ്പിച്ച് പോകുന്നത് എന്നുള്ളതാണ്. ഇവർക്കുണ്ടായിരുന്ന ഒരു വരുമാന മാർഗം കൂടി അതിൽ അവസാനിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ ആ മേഖലയുടെ സാമ്പത്തിക സ്ഥിതി അപ്പാടെയും ബാധിക്കുന്നു. കൂടാതെ സംസ്ഥാനത്തെ പച്ചക്കറി ഉൽപ്പാദനത്തെ തന്നെയും ബാധിക്കുന്ന നിലയിലേക്ക് വന്യജീവി സംഘർഷം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ മേഖലയിൽ നിരന്തരം കാട്ടാനകൾ, പടയപ്പ പോലുള്ള കാട്ടാനകൾ എത്തുകയും കൃഷിനാശം സ്ഥിരമായി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവിടുന്ന് കൃഷി വകുപ്പ് തന്നെയും പറയുന്നത് ഒരു ഇലക്ട്രിക് ഫെൻസിംഗ് പോലുള്ള സംവിധാനങ്ങൾ ലയങ്ങൾക്ക് സമീപവും ലയങ്ങളോട് ചേർന്നിട്ടുള്ള കൃഷിയിടങ്ങളിലും ഒരുക്കിയില്ലെങ്കിൽ ആ മേഖലയിലെ കൃഷി പൂർണ്ണമായും തന്നെയും അവസാനിച്ചു പോകും എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനമായി ഏറ്റവും രൂക്ഷമായുള്ളത് മൂന്നാർ പഞ്ചായത്തിലാണ്. മറ്റ് വട്ടവട, കാന്തല്ലൂർ, മറയൂർ മേഖലകളിലും വന്യജീവി സംഘർഷം രൂക്ഷമാണ്. പക്ഷേ അവിടെ ഉള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമായി പ്രവർത്തിക്കുന്ന കൃഷി ആയതുകൊണ്ട് തന്നെയും അവർ കൃഷിയിൽ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ മൂന്നാർ മേഖലയിൽ കൃഷി ചെയ്യുന്നവർ തോട്ടം തൊഴിലാളികൾ കൂടിയാണ്. അവരുടെ ഇടനേരങ്ങളിൽ, ഒഴിവു നേരങ്ങളിൽ അല്ലെങ്കിൽ ബാക്കി വരുന്ന സമയങ്ങളിലും
ടെറസിലും മറ്റുമാണ് ഈ കൃഷി അവർ പ്രധാനമായും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നു. മൂന്നാർ പഞ്ചായത്തിലെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചിരിക്കുമ്പോൾ 250 ഹെക്ടർ കൃഷി 4 വർഷത്തിനിടയിൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ജിൽസി നമുക്ക് കാണുവാൻ കഴിയുന്നത്. യെസ്, മുഹമ്മദ് ആഷിഖാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കാര്യങ്ങൾ ഗൗരവതരമാണ് എന്നുള്ളതാണ്.